പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിനി കേൾക്കാൻ പോകുന്നത് മറ്റൊരു ഷിബു പീഡിയക്കലിൻ്റെ ആർഗ്യുമെൻ്റാണ്. ഗോറിയോസ് ഗോസ്പൽ എന്ന ഈ പൈശാചിക പ്രസ്ഥാനത്തെ തിരുവചനത്തിലൂടെ തന്നെ ആശയങ്ങളെ വളച്ചൊടിച്ച് യേശുക്രിസ്തു ഉദ്ദേശിക്കാത്ത അർത്ഥം നൽകിക്കൊണ്ട് സത്യദൈവമായ ട്രിനിറ്റിയായ യാഹോവയെ തള്ളിക്കൊണ്ട് അബ്രഹാത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ട പുതിയ നിയമത്തിൽ യേശു പിതാവായ ദൈവത്തെ അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെയും ദൈവമായി യാക്കോബിൻ്റെ ദൈവമായി പരിചയപ്പെടുത്തുന്ന പിതാവായ ദൈവത്തെ തള്ളിക്കൊണ്ട് ഷിബു പീഡിയക്കൽ എന്ന അവതരിപ്പിച്ച ഒരു ഗോറിയോസ് ഗോസ്പൽ പീഡിയക്കൽ ദൈവത്തെ അത്യുന്നതനായ ദൈവമെന്ന് പേരെക്കൊണ്ട് വിളിച്ച് അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യദൈവമായ യാഹുവയെ തള്ളുന്ന ഗോറിയോസ് ഗോസ്പൽ എന്ന ആ പൈശാചിക പ്രസ്ഥാനത്തെ, ആ പൈശാചിക സുവിശേഷത്തെ തുറന്നു കാണിക്കുന്ന വീഡിയോ പറമ്പലിലെ 5ാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ ചെറിയൊരു വീഡിയോ 4-5 മിനിറ്റിൻ്റെ ഒരു വീഡിയോയ്ക്കാണ് നമ്മൾ മറുപടി പറഞ്ഞത്. ഇത് ആളുകളിലേക്ക് പരമാവധി എത്താനായിട്ട് വീഡിയോയുടെ നീളം ഞാൻ പരമാവധി കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. 1-2 വീഡിയോ കാണുമ്പോൾ തന്നെ ഗോറിയോസ് ഗോസ്പൽ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ തികച്ചും ആൻറ്റി ബിബ്ലിക്കലാണ്, തികച്ചും സഭാവിരുദ്ധമാണ്, തികച്ചും ക്രൈസ്തവ വിരുദ്ധമാണ്, തികച്ചും ക്രിസ്തു വിരുദ്ധമാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത്തരം വിഷയങ്ങളിലൊന്നും ആഴമേറിയ ബോധ്യങ്ങളില്ലാത്ത സഹോദരന്മാരെ, നിങ്ങൾ പഠിക്കുക, വചനം വായിക്കുക. ഇതുപോലെയുള്ള അവസാന കാലങ്ങളിൽ ഉയർന്നു വരുന്ന പൈശാചിക സുവിശേഷങ്ങളുടെ കെണിയിൽപ്പെട്ടു പോകാതിരിക്കുക എന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ക്ലിപ്പ് കേൾക്കാം. അത് തെറ്റാണ്. കാരണം ഈ മരുഭൂമിയിൽ വെച്ച് മന്നായും കാടപ്പക്ഷിയും കൊടുത്തിട്ട് ആ കൊടുത്തവരെ മുഴുവൻ കൊല്ലുക, അവിടെ മുഴുവൻ കൊല്ലപ്പെടുക. യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും ആണ്. എന്നിട്ട് യേശുക്രിസ്തു 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് നേരെ ഓപ്പോസിറ്റ് ആ ജനത്തെ സമാധാനത്തോടെ പറഞ്ഞയക്കുകയാണ്. അവർ തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 വട്ടം വെച്ചുകൊടുത്തു. ജനം സമാധാനത്തോടെ പിരിഞ്ഞുപോയി. എത്ര വ്യത്യാസമാണ്! അപ്പുറത്ത് മീൻ ചോദിക്കുമ്പോഴേക്കും യഹോവ കോപാക്രാന്തനായി അഗ്നിസ്വർപ്പങ്ങളെ അയച്ചു. അവരെല്ലാം പാമ്പിന്റെ കടി കൊണ്ട് ചത്തു. ഇറച്ചി തൊണ്ടയിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് പാമ്പ് കടിച്ച് ചത്തെന്നാണ് എഴുതി. അപ്പോൾ പഴയ നിയമത്തിൽ മരുഭൂമിയിൽ ആ ട്രീറ്റ് കൊടുത്ത ഒരു ദൈവം അല്ല യേശു. യേശു ആ ട്രീറ്റ് അല്ല പുതിയ നിയമത്തിൽ കൊടുക്കുന്നത്. എൻ്റയർലി ഡിഫറൻറ്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഒരു പോയിന്റ് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ ലോജിക് ഉള്ളതാണെന്ന് തോന്നും. എന്നാൽ ഇത് ഈ വ്യാജ സുവിശേഷങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ആളുകൾക്ക് പെട്ടെന്ന് അത് അങ്ങ് യുക്തിപരമാണെന്ന് തോന്നുകയും വളരെ സിമ്പിളാണെന്ന് തോന്നുകയും പെട്ടെന്ന് അത് ഗ്രഹിക്കാൻ പറ്റുകയും ചെയ്യുന്നുള്ളതാണ്. എന്നാൽ അത് തികച്ചും കപടതയാണെന്നും സത്യസുവിശേഷമല്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. യേശുവിനെയും പഴയ നിയമത്തിലെ യഹോവയും നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ യഹോവ ഇടപെടുമ്പോൾ അതൊരു ഭൗതിക രാജ്യത്തിൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടാണ് ഇടപെടുന്നത്. യേശുക്രിസ്തുവിൽ വെളിപ്പെടാനിരിക്കുന്ന ആത്മീയ രാജ്യത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി, പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടി യേശുവിലൂടെ വെളിപ്പെടുന്ന ആ 3 ആണിമേൽ കുരിശിൽ തൂങ്ങിക്കിടന്ന് പരാജയപ്പെട്ട് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ ദൈവമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളായ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയുടെ ആ മഹനീയമായ സുവിശേഷത്തെ ഉൾക്കൊള്ളാൻ മനുഷ്യവംശത്തെ പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി അബ്രഹാം എന്നൊരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ വ്യക്തിയിലൂടെ ഇസഹാക്കിലൂടെയൊക്കെ വാഗ്ദാനം നൽകി, നിന്റെ സന്തതിയിലൂടെ ലോകത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അബ്രഹാത്തിലൂടെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ അബ്രഹാത്തിൻ്റെ സന്തതിയിലൂടെ യാക്കോബിലെത്തി, യാക്കോബിലൂടെ ഒരു ജനതയെ ഉണ്ടാക്കി, ആ ജനതയെ ഒരു രാഷ്ട്രം, ഒരു മോഡൽ രാഷ്ട്രമാക്കി സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് കാനാൻ ദേശം നൽകി, അവിടെ ഒരു ഭൗതിക രാഷ്ട്രം നിർമ്മിച്ച് ആ രാഷ്ട്രത്തിൽ തോറ എന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് നിഴലായ ഒരു നിയമങ്ങളൊക്കെ നൽകിക്കൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും അതിനേക്കാൾ ഉപരി ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ മൂല്യവും അർത്ഥവും മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലിയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരം ക്രിസ്തു ചെയ്തു എന്ന് ദൈവത്തിനു മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് പിശാചിനെ ക്ലെയിം ചെയ്ത്, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ ക്ലെയിം ചെയ്ത് ബന്ധിച്ച് ബഹിഷ്കരിച്ച് സത്യവിശ്വാസത്തിലേക്കും ദൈവത്തിലേക്കും മടങ്ങി വരിക എന്ന ദൈവീക പദ്ധതിയെ ഇടപെടലിൻ്റെ ചരിത്രമാണിത്.
ഇത് പഴയ നിയമവും പുതിയ നിയമം. പഴയ നിയമം ബഹുഭൂരിപക്ഷം ഒരു ഭൗതിക രാഷ്ട്രത്തിന്, ഇന്ത്യൻ ഭരണഘടന പോലെ, ഇന്ത്യൻ പീനൽ കോഡ് പോലെ ഒരു ഭൗതിക രാഷ്ട്രത്തിൻ്റെ ക്രമമാണെങ്കിൽ പുതിയ നിയമം ഒരു ഭൗതിക രാഷ്ട്രത്തിൻ്റെതേ അല്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും പറഞ്ഞ് രാഷ്ട്രത്തെയും ദൈവത്തെയും ആത്മീയതയും രണ്ടാക്കി മാറ്റുന്നത്. ഒരു ഭൗതിക നിയമവും ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ക്രിസ്തുവിനെ അനുകരിക്കണമെന്നല്ലാതെ ഒരു രാഷ്ട്രം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ബൈബിൾ ഒരു സ്ഥലത്തും പുതിയ നിയമം കാണാൻ പറ്റില്ല. എന്നാൽ പഴയ നിയമത്തിലെ തോറ മുഴുവൻ ഒരു സമൂഹം, ഒരു രാഷ്ട്രം, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ്. യഹൂദ രാഷ്ട്രം അല്ലെങ്കിൽ യഹൂദർ എന്ന സമൂഹം എങ്ങനെയാണ് ഭൗതികമായി ജീവിക്കേണ്ടതെന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ മന്ന ഭൗതിക ഭക്ഷണമാണെങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തു കൊടുക്കുന്ന അപ്പം, യോനാസ് 6 ജീവൻ്റെ അപ്പമായ ആത്മാവിൻ്റെ ഭക്ഷണമാണ്, ആത്മീയ ഭക്ഷണമാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇസ്രായേൽ ജനം അനേകരുമായി യുദ്ധം ചെയ്യുന്നു, ദൈവം സഹായിക്കുന്നു, അവരുടെ ടെറിട്ടറി അവർക്ക് നൽകുന്നു. ആ ടെറിട്ടറിയെ ഇസ്രായേൽ രാജ്യത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ദൈവം സഹായിക്കുന്നു. എന്നാൽ ശത്രുക്കൾ അവരുടെ ഉള്ളിലേക്ക് ഫിൽട്ടർ ചെയ്ത് യഹോവയിൽ നിന്ന് അവരെ അകറ്റി അവരെ വിഗ്രഹാരാധനയിലേക്കുമൊക്കെ നയിക്കുമ്പോൾ ദൈവം അവരെ ശിക്ഷിച്ച് ചിതറിച്ച് കളയുന്നു, വീണ്ടും കൊണ്ടുവരുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെ ആ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ യഹൂദത്തിൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രിസ്തു വരുന്ന സമയത്ത് ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ആ സമാധാന അന്തരീക്ഷത്തിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിലേക്ക് എത്തിക്കുക എന്ന പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ യഹോവയുടെ ഇടപെടലുകൾ ഒരു ഭൗതിക രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നതായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ഇടപെടലുകൾ ഒരു ആത്മീയ രാഷ്ട്രം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയുടെ 2-3 നൂറ്റാണ്ടുകൾ ഒരു ക്രിസ്ത്യാനികൾ ഇങ്ങനെ തീപ്പന്തങ്ങളായി കത്തിയിട്ടും സിംഹങ്ങൾക്ക് ഭക്ഷണമായിട്ടും മൃഗങ്ങളുമായിട്ട് ക്രൂര വിനോദങ്ങൾക്ക് എറിഞ്ഞുകൊണ്ടും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ, ഇന്നും കാറ്റക്കൊമ്പിൽ പോയാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ആദിമ ക്രൈസ്തവ വിശ്വാസികളുടെ തലയോട്ടികൾ കൂട്ടിയിട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ പീഡിപ്പിക്കപ്പെട്ടിട്ടും നിങ്ങൾ സെക്കുലർ ഹിസ്റ്ററിയിലോ ലോക ചരിത്രത്തിലോ ഒരു മൈന്യൂട്ട് വിരലനക്കി ഒരു വാളുകൊണ്ട് ഒരു വിപ്ലവം, ഒരു പ്രതിരോധ പ്രവർത്തനം ഭൗതിക അർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല 2-3 നൂറ്റാണ്ടിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ. കാരണം ക്രിസ്തു പഠിപ്പിച്ച മാർഗം അവർ അക്ഷരാർത്ഥത്തിൽ തങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം കത്തിച്ചാമ്പലാകാൻ തയ്യാറാകുന്നതാണ് കാണുന്നത്. അങ്ങനെ അവരുടെ രക്തസാക്ഷിത്വത്തിലാണ് ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവനിലേക്കും വന്നത്. ക്രിസ്തു പഠിപ്പിച്ച പൂർണ്ണയുടെ സുവിശേഷം എന്ന് പറയുന്നത്, ക്രിസ്തു പറയല്ലേ ഞാൻ ഒരിക്കലും ഒരു ഭൗതിക രാജ്യത്തിന് ഭൗതിക രാജാവായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി ദൂതന്മാർ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഇസ്രായേൽ ഒരു ഭൗതിക രാജ്യമായതാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ചില സമയത്ത് യുദ്ധം ചെയ്തത്, അല്ലെങ്കിൽ ദൈവശക്തിയാൽ ഇസ്രായേൽക്കാർ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത്. ഇതേ യഹോവ തന്നെയായ യേശു ക്രിസ്തു ഒരു ആത്മീയ രാജ്യം സൃഷ്ടിക്കാൻ വന്നതുകൊണ്ടാണ് യുദ്ധമോ വാളോ അങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. ഈ ഒരു ഡിഫറൻസിനെ മനസ്സിലാക്കാതെയും, എന്നാൽ അപ്പം ചോദിച്ചപ്പോൾ തേളിനെ കൊടുത്തു, ഇങ്ങനെ വചനം ഇദ്ദേഹം ഈ പറയുന്ന പല കാര്യങ്ങളും ബൈബിളിലില്ല. ഇനി ഓരോ കാര്യത്തിനും ഇപ്പം ദൈവം അഗ്നേയ സർപ്പങ്ങളെ കൊണ്ട് ദൈവം എന്തുകൊണ്ട് സൃഷ്ടിച്ചു, ഓരോ കാര്യങ്ങളും യഹോവ എന്ന സത്യദൈവത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വേണ്ടി ദൈവം ശ്രമിക്കുമ്പോൾ അതിനോട് നിരന്തരമായി മറുതലിക്കുന്ന ആ സമൂഹത്തെ യഹോവ വിശ്വാസത്തിൽ നിലനിർത്താൻ വേണ്ടി ദൈവം ഭൗതികമായി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് നിങ്ങൾ അവിടെയൊക്കെ കാണുന്നത്. ഇനി വാഗ്ദാന ദേശത്തേക്ക് യാത്ര ചെയ്ത ദൈവത്തോട് മറുതലിച്ച് ആരും മറുകരാതെ മോശ പോലും എന്ത് ചെയ്തില്ല, വാഗ്ദാന ദേശത്ത് പ്രവേശിച്ചില്ല. അതിൻ്റെ അർത്ഥം മോശ നരകത്തിൽ പോയി എന്നുള്ളതല്ല. കാരണം മോശയുടെ ശരീരത്തിന് വേണ്ടി മിഖായേൽ മാലാഖയും ലൂസിഫർ സാത്താനും കൂടെ സംവാദം കൂടുന്നതും മിഖായേൽ മാലാഖ മോശയുടെ ശരീരമായി പോകുന്നതിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റും. മോശ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, ദൈവപുരുഷനായി യേശു ക്രിസ്തുവിന് പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഭൂമിയിലായിരുന്ന സമയത്ത് മോശയും ഏലിയായും പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. അപ്പം ആ മരണങ്ങളൊന്നും ഈ മരുഭൂമിയിൽ ദൈവത്തോട് മറുതലച്ച് മരിച്ച ആ 40 വർഷം മരിച്ച ഈജിപ്തിൽ നിന്ന് കടന്നു വന്ന മനുഷ്യരാരും സ്വർഗത്തിൽ പോയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഭൗതിക മരണം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ.
അതിൽ എത്ര പേര് സ്വർഗ്ഗത്തിൽ പോയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊരു ഭൗതിക രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനം, അതൊരു നിഴലാണ്. എന്താണ്? നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തൂവള്ള വസ്ത്രത്തോടുകൂടി പൂർണ്ണ വിശുദ്ധരായി അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നേറിയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നതിൻ്റെ ഒരു ഭൗതിക ദൃഷ്ടാന്തമായ ഒരു നിഴലാണ് മന്ന. യോനാസുഷം 6-ാം അധ്യായത്തിൽ അവരുടെ വിശപ്പിൻ്റെ ഭക്ഷണമായി സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകിയ മന്ന എന്ന ഭൗതിക ഭക്ഷണത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആത്മീയ ഭക്ഷണമായി വിശുദ്ധ കുർബാനയെ ദൈവം നമ്മുടെ മുന്നിൽ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് തന്നപ്പോൾ, ആത്മാവിൻ്റെ ഭക്ഷണമായി തന്നപ്പോൾ, പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും നിഴലാണ്. പുതിയ നിയമത്തിലെ ആത്മീയ രാജ്യത്തിന് വേണ്ടി, ആത്മീയ രാജ്യത്ത് എങ്ങനെ ആയിരിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഭൗതിക സിംബോളിക്കായ അവതരണമാണ് പഴയ നിയമത്തിൽ നടക്കുന്ന ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന അനേകം കാര്യങ്ങൾ. വാഗ്ദാന ദേശത്തേക്കുള്ള യാത്ര ഒരു മനുഷ്യൻ്റെ ആത്മീയ യാത്രയുടെ പ്രതിസന്ധികളെ സൂചിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പം പ്രിയമുള്ളവരെ, ഈ ഒരു പോയിൻ്റ് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് ഷുബു പീഡിയക്കൽ ഈ ആളുകളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പാമ്പിനെ കൊടുത്തപ്പോൾ തേളിനെ കൊടുത്തില്ല, അങ്ങനെ കൊടുത്തില്ല, ഇങ്ങനെ ഇത് കേൾക്കുമ്പം പെട്ടെന്ന് അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ല. ബൈബിളിൽ എവിടെയും ഇദ്ദേഹം പറയുന്നത് പോലെ നമുക്കൊന്നും കൂടെ കേൾക്കാം. സമാധാനത്തോടെ പറഞ്ഞയക്കുകയാണ്. അവർ തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 വട്ടം വെച്ചുകൊടുത്തു. ജനം സമാധാനത്തോടെ പിരിഞ്ഞുപോയി. എത്ര വ്യത്യാസമാണ്! അപ്പുറത്ത് മീൻ ചോദിക്കുമ്പോഴേക്കും യഹോവ കോപാക്രാന്തനായി അഗ്നിസ്വർപ്പങ്ങളെ അയച്ചു. അവരെല്ലാം പാമ്പിൻ്റെ കടി കൊണ്ട് ചത്തു. ഇറച്ചി തൊണ്ടയിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് പാമ്പ് കടിച്ച് ചത്തെന്നാണ് എഴുതി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഒരു പോയിന്റിനെ ഒന്ന് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. സാഖ്യ പുസ്തകം 21-ാം അധ്യായത്തിൽ പിച്ചള സർപ്പം എന്ന സെക്ഷനിലാണ് നമ്മളിത് ഒന്ന് കാണുന്നത്. നമുക്കൊന്ന് കണ്ടുകളയാം. നിങ്ങളിവിടെ ഒന്ന് കാണുക. ഇസ്രായേൽ അത്താറിയ വഴി വരുന്നെന്നും നെഗാബിൽ വസിച്ചിരുന്ന കനാന്യരായ ആദാറിൻ്റെ രാജാവ് കേട്ടു. അവർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. കുറേ പേർ തടവുകാരാക്കി. ഇസ്രായേൽ കർത്താവിനോട് ശപഥം ചെയ്തു, അങ്ങ് ഈ ജനത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെങ്കിൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ നിശേഷം നശിപ്പിക്കും. കർത്താവ് ഇസ്രായേലിനോട് പറഞ്ഞത് ശ്രവിച്ച് കാനാന്യരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ കാനാന്യരെ അവരുടെ പട്ടണങ്ങൾ നിശേഷം. അങ്ങനെ ആ സ്ഥലത്തിന് ഹോർമ എന്ന് പേര് ലഭിച്ചു. ഏതോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴി അവർ യാത്ര പുറപ്പെട്ടു. യാത്രമൊത്ത ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. നിങ്ങൾ 5 തൊട്ട് ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലപ്പെട്ട ഈ അപ്പം തിന്ന് വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പം സ്വർഗീയ ഭക്ഷണമായ മന്ന ദൈവം അവർക്ക് നൽകി. അത് അവർക്ക് പോരാതെ വന്നു. അവർ വീണ്ടും ജഡികമായ ഭക്ഷണാസക്തിയിലേക്കും പോയി. അപ്പോൾ ആ മടുത്തു. അപ്പം മോശയ്ക്കും ദൈവത്തിനുമെതിരെ അവരെ ദൈവം സീനായി മലയിൽ വെച്ച് ദൈവത്തെ അനുസരിച്ചു കൊള്ളാമെന്നും ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊള്ളാമെന്നും ഒക്കെ വാഗ്ദാനം ചെയ്ത് ആ 10 അത്ഭുതങ്ങളിലൂടെ ദൈവത്തെ മനസ്സിലാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടും അവർ നിരന്തരമായി ദൈവത്തോട് മറുതലിക്കുകയാണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചെയ്തതുപോലെ. അതുകൊണ്ടാണ് അപ്പോൾ കർത്താവ് ജനത്തിനിടയിൽ ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അപ്പോഴാണ് ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അയച്ച് ദൈവത്തെ ഭൗതികമായി ശിക്ഷിക്കുന്നത്. അവിടെ ദംശനമേറ്റ് ഇസ്രായേൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്ക് കർത്താവിനുമെതിരെ സംസാരിച്ചു, ഞങ്ങൾ പാപം ചെയ്തു, ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവിനും അല്ലെങ്കിൽ യഹോവയ്ക്കും മോശയ്ക്കുമെതിരെ ജനം പിറുപിറുക്കുകയും സംസാരിക്കുകയും എതിർക്കുകയും ചെയ്തതുകൊണ്ടാണ് ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അയക്കുന്നത്. ദൈവം അങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ മോശയെ കൊന്നുകളഞ്ഞ് ചിലപ്പോൾ ഈ ഇസ്രായേൽ ജനം തിരിച്ച് ഈജിപ്തിലേക്ക് മടങ്ങിയെന്ന് വരാം. ഇതാണ് അവിടുത്തെ ഭൗതിക സാഹചര്യം. മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് ആളുകളും 7-8 ലക്ഷം ആളുകളും മോശയും അഹ്റോനും കുറച്ച് ആളുകളേ ഉള്ളൂ. മോശ ഒരു സൈനിക ശക്തിയൊന്നുമല്ല ഇവരെ അടക്കി ഭരിക്കാൻ. അപ്പം ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണമില്ലെങ്കിൽ മോശയ്ക്കെതിരെ ഇവർ തിരിയുമ്പോൾ ദൈവം അതിശക്തമായി ഇടപെട്ട് ജനത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മോശയെ കൊന്നുകളഞ്ഞ് ഇവർ മടങ്ങിപ്പോകും. അതുകൊണ്ടാണ് അതിശക്തമായി ആഗ്നേയ സർപ്പം ശിക്ഷിച്ചുകൊണ്ട് ദൈവം മോശയുടെ നേതൃത്വത്തെ അവിടെ ഉറപ്പിക്കുന്നത്. കാരണം അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇസ്രായേൽ ജനതയെ സ്ഥാപിക്കുക, ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കുക, തോറ നടപ്പിലാക്കുക, അതിലൂടെ യേശുക്രിസ്തുവിലൂടെ വരാനിരിക്കുന്ന ദൈവിക വെളിപാടുകളെയും യേശുവിൻ്റെ കാൽവരിയിലെ ബലിയെയും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ
ഒരു പിക്ചർ. അപ്പോൾ അവിടെ കർത്താവ് പ്രാർത്ഥിക്കണം. അപ്പം ജനങ്ങൾ പേടിച്ചു. ജനങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിൽക്കുക, ദംശനം ഏൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പം ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി ദർശനം ഏറ്റ പിച്ചള സർപ്പത്തെ നോക്കി ജീവിച്ചു. ഇത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ പ്രതീകമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം നമ്മൾ ഓരോരുത്തരും പാപം ചെയ്ത് സർപ്പദർശനം, പിശാചിൻ്റെ കടിയേറ്റ് പാപികളായി മാറി വിഷമുള്ളവരായി മാറുമ്പോൾ യേശു ക്രിസ്തുവിലേക്ക് നോക്കി, യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുക, ജീവൻ പ്രാപിക്കുക എന്നതിൻ്റെ പഴയ നിയമത്തിലെ ഏറ്റവും വ്യക്തമായൊരു നിഴലാണിത്. ദൈവം 1500 വർഷം മുമ്പേ യേശുവിലൂടെ ലോകം മുഴുവൻ വേണ്ടിയുള്ള രക്ഷയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു അടയാളമാണിത്. ഇത്തരം സന്ദർഭങ്ങളൊക്കെ എടുത്താണ് നമ്മുടെ ഷുബു പീഡിക്കൽ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യുന്നത്? ഇത്തരം സന്ദർഭങ്ങളൊക്കെ എടുത്താണ് ഷുബു പീഡിക്കൽ എന്ന വ്യക്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളോട് ഞാൻ പറയുകയാണ്. നമുക്ക് തുടർന്ന് കേൾക്കാം. അടുത്തതിലോട്ട് പോട്ടെ. അത് ക്ലിയർ ആയെങ്കിൽ പോകാം. അതെ, അത് കുഴപ്പമില്ല. അപ്പം മൂന്നാമത്തേത് എൻറ്റിറ്റിയെ കുറിച്ചാണ്. അതായത് പേര്, ഇപ്പം പലരും പറയുന്ന ഒരു കാര്യം, പേരെന്താണെങ്കിൽ എൻറ്റിറ്റി അത് തന്നെയാണ്. പഴയ നിയമത്തിലെ എൻറ്റിറ്റി തന്നെയാണ് പുതിയ നിയമത്തിലെ എൻറ്റിറ്റി എന്നുള്ള നിലപാടിലാണ് പലരും നിൽക്കുന്നത്. അപ്പൊ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദാറ്റ് എൻറ്റിറ്റി. പ്രിയമുള്ളവരെ, ഈ വിഷയം നമ്മൾ ഇത് തന്നെ പലതവണ ആവർത്തിക്കുന്നുണ്ട്. അതിന് കുറേ സംസാരം ഞാൻ ഓടിച്ചു വിടുകയാണ്. അതിൻ്റെ കവർ പോയിന്റിലേക്ക് പോവുകയാണ്. ദൈവം ആ നിലപാട് തന്നെയാണോ? നിങ്ങളിലുള്ള ശിവബ്രദറിന്റെ നിലപാട് എന്താണ്? ഒന്നാമത്തേത് ദേവന്മാരിൽ ഒരുവൻ ഇസ്രായേലിന്റെ ഗോത്ര ദൈവം, ആ നിലപാട് തന്നെയാണോ അല്ലെങ്കിൽ വ്യത്യാസമുണ്ടോ? അത് നമ്മൾ ഇപ്പൊ നിങ്ങള് ഈ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ കാലത്തിലെ കാര്യങ്ങളിലേക്ക് പോവാണ്. ദൈവം എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവും എന്നാണ് പറയുന്നത്. അവിടെ മോശയുടെ ദൈവം ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നില്ല. കാരണം അബ്രഹാത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവും നിങ്ങൾ പാട്ടിനകത്തും ആ 3 എണ്ണാണ് പാടുന്നത്. മോശയുടെ കാലത്ത് വരുമ്പോഴേക്കും യഹോവ ഇസ്രായേലിനെ നയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ദർ ആർ സോ മെനി എക്സ്ട്രാ ബിബ്ലിക്കൽ റെഫറൻസസ്. ഈ എക്സ്ട്രാ ബിബ്ലിക്കൽ റെഫറൻസസ് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വചനഭാഗത്ത് നിങ്ങൾ മോശയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോവിൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ ഷിബു പീഡിക്കലെ പോലുള്ള ആളുകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമെന്നും തൻ്റെ യഹോവ എന്ന തൻ്റെ യഥാർത്ഥ നാമത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ തള്ളിക്കളയുമെന്നും ഉള്ളതുകൊണ്ടാണ് ഈ വിശേഷണം ദൈവം ഈ സമയങ്ങളിലെല്ലാം ബൈബിൾ അനേകം സ്ഥലങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപയോഗിക്കുന്നുണ്ട്. യാഹുവെ അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോവിൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞത് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഷിബു പീഡിക്കൽ യഹോവ പ്രത്യക്ഷപ്പെടുന്ന ഞാനാകുന്നു YHW എന്ന് പറയുന്ന സ്ഥലത്തും അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഷിബു പീഡിക്കൽ ഇത് കണ്ടതായിട്ടേ ഭാവിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം എവിടെയും ഉണ്ടായതായിട്ട് ഷിബു പീഡിക്കൽ ഭാവിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് തുടർന്ന് കേൾക്കാം. അപ്പം ഈ വിഷയത്തിൽ തന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുടെയും പ്രശ്നം വരുന്നില്ല. കാരണം അത് അങ്ങനെ തന്നെയാണ്. അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ് യഹോവ തന്നെ അത് വളരെ കൃത്യമായി അവിടെ പറയുന്നുണ്ട്. യാഹുവെ പറയുന്നുണ്ട്, ഇത് എല്ലാ സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. യേശു ക്രിസ്തു ഇത് പറയുന്നുണ്ട്. അപ്പം ഇത് കള്ള എഴുത്തുപോലാണെന്ന് ഷിബു പീഡിക്കൽ പറയുമോ? ഇപ്പം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ യാഹുവെ ഈരെ എന്നൊക്കെ പറഞ്ഞ് യഹോവ എന്ന നാമമൊക്കെ കാണാൻ പറ്റും. അത് കള്ള എഴുത്തുപോലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അബ്രഹാത്തിന് തൻ്റെ മുന്നിൽ പെട്ട സർവശക്തനായ ദൈവത്തിൻ്റെ പേര് യഹോവയാണെന്ന് അറിയാമായിരുന്നു എന്നാണ് ഒരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ യഹോവ അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ്, അല്ല സർവശക്തനായ ദൈവം എന്നല്ലാതെ ഞാനാണ് യഹോവ എന്ന് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, നമുക്ക് തുടർന്ന് കേൾക്കാം. ലൈബ്രറികൾ അതുപോലെ വീണ്ടും സിമിലർ ആയിട്ടുള്ള ഒരുപാട് ലൈബ്രറി എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ദർ ആർ സോ മെനി എക്സ്ട്രാ ബിബ്ലിക്കൽ റെഫറൻസസ്. ഈ എക്സ്ട്രാ ബിബ്ലിക്കൽ റെഫറൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾ നാഹമ്മദി ലൈബ്രറി എന്ന് കേട്ടിട്ടുണ്ടോ? നാഹമ്മദി ലൈബ്രറി
അഹമ്മദി ലൈബ്രറി എന്ന് പറഞ്ഞാൽ 1945 അപ്പർ ഈജിപ്തിലെ ഒരു ശവക്കല്ലറയിൽ നിന്ന് കിട്ടിയതാണ് ആ പുസ്തകം. അതായത് പഴയ കാലത്തുള്ള ഒരു ധനികനായ വ്യക്തിക്ക് അയാളുടെ സ്വകാര്യ ലൈബ്രറിയാണ്. അപ്പൊ അന്ന് ഇവരുടെ ബിലോങ്ങിങ്സ് എല്ലാം ശവം അടക്കുമ്പോൾ ആ കൂടെ അടക്കും. അപ്പൊ ഇയാളുടെ കല്ലറ അന്ന് ഈ ടോം റൈഡേഴ്സ് എന്നൊരു കൂട്ടരുണ്ട്. ഈ ഈജിപ്തിലും സിറിയയിലും എരുസലേമിലും അവിടെ എല്ലാം ടോം റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ പഴയ കല്ലറകൾ പൊളിച്ചു നോക്ക് നിധി കിട്ടും എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ആഭരണവും ഒക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു ടോം റൈഡർക്കാണ് ഈ ഇത് കിട്ടുന്നത്, ഈ ലൈബ്രറി കിട്ടുന്നത്. അപ്പൊ ആ പുസ്തകങ്ങൾക്കകത്ത് നമുക്ക് മറിഞ്ഞു കിടന്ന, ഉദാഹരണം പറഞ്ഞാൽ ഗോസ്പൽ ഓഫ് തോമസ് ഒന്നും ഉണ്ടെന്നറിയാം, 19-ാം നൂറ്റാണ്ട് ഒരു ഫ്രാഗ്മെന്റ് കിട്ടി. പക്ഷെ അതെല്ലാം ഫുള്ളായിട്ട് ഗോസ്പൽ ഓഫ് ട്രൂത്ത്, ഗോസ്പൽ ഓഫ് തോമസ്, ഗോസ്പൽ ഓഫ് ഫിലിപ്പ്, ഇങ്ങനെ ഒരു വലിയ ലൈബ്രറി കിട്ടി. അതുപോലെ വീണ്ടും സിമിലർ ആയിട്ടുള്ള ഒരുപാട് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിലൂടെ ഈ പുരാതന ഗോത്ര ദൈവ സങ്കല്പങ്ങളെ, അവരുടെ ഇതിഹാസങ്ങൾ, കഥകളെല്ലാം ഒരുപാട് റിവീലായി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനകത്ത് ഈ യഹോവ എന്നത് ഇസ്രായേലിന്റെ ദൈവമല്ല, മറ്റ് ഗോത്രങ്ങൾ യഹോവയെ ആരാധിച്ചിരുന്നതും യഹോവയുടെ മറ്റ് ചെയ്തികളും ബൈബിളിൽ ഇല്ലാത്ത ചെയ്തികളും എല്ലാം ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയ ചരിത്ര പണ്ഡിതൻ എന്നുള്ള രീതിയിൽ, ചരിത്ര ഗവേഷണത്തെക്കുറിച്ചുള്ള വലിയ ജ്ഞാനമുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ഷുബു വീഡിയേക്കൽ ആളുകളെ അതിവിദഗ്ധമായി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. മോശയുടെ ഈ നാഗ് ഹമ്മദി ലൈബ്രറി എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് ശേഷം 4-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണുള്ളത്. മോശയുടെ കാലഘട്ടത്തിൽ ഉള്ള ഏതെങ്കിലും ലൈബ്രറിയോ ഏതെങ്കിലും ഫലകങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഓക്കെയാണ്. മോശ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈജിപ്തിലോ മോശ അല്ലാത്ത മറ്റേതെങ്കിലും ഗോത്രങ്ങളിൽ യഹോവ എന്ന ദൈവത്തെ ആരാധിച്ചിരുന്നു എന്നതിൻ്റെ സൂചന വ്യക്തമായി കിട്ടുകയാണെങ്കിൽ ഷുബു പറയുന്നത് ശരിയാണ്. അങ്ങനെ ഒരു സൂചനയുമില്ല. എന്നാൽ മാഷെ സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള വളരെ മൈന്യൂട്ടായ ചില ഫലകങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഫലകങ്ങളിൽ മാഷെ സ്റ്റെല്ല ഓഫ് YHWH എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ പലരും പല തരത്തിലുള്ള ഹൈപ്പോത്തസിസാണ് പറയുന്നത്. ഇസ്രായേൽക്കാർ, യഹൂദരുടെ ഇടയിലെ തന്നെ ഒരു പിരിഞ്ഞുപോയ വിമത വിഭാഗമാണ്. ഇപ്പം ഹീബ്രുവിലാണ് അത് എഴുതിയിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ആ ചിത്രലിപിയാണെന്നുള്ളത്. അപ്പോൾ ആ ലിപി, ഇപ്പം ഈജിപ്തിലെ ചിത്രലിപി എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പോലും വലിയ ആർഗ്യുമെൻറ്റുകളുണ്ട്. അപ്പോൾ ഒരു അക്കാഡമിക് ലോകം അത് യഹോവയാണെന്ന് ചിലർ അനുമാനിക്കുന്നു. അപ്പോൾ മാഷാ സ്റ്റെല്ല എന്നൊരു ട്രൈബ് യഹോവയെ ആരാധിച്ചിരുന്നു എന്നും യഹൂദ വംശത്തിന് പുറത്ത്. പക്ഷേ മാഷാ സ്റ്റെല്ല ആരാണ് എന്നുള്ളൊരു പഠനം നടത്തുമ്പോൾ പലരും പറയുന്നത് യഹൂദ വംശത്തിൽ തന്നെ വിമത വിഭാഗമായി പല കാരണങ്ങളാൽ മാറി നിന്നവരോ അല്ലെങ്കിൽ ചിതറിക്കപ്പെട്ടു പോയവരോ മറ്റ് ചില സാഹചര്യങ്ങൾ ചിതറിക്കപ്പെട്ടു പോയ ഒന്നിച്ച് ജീവിക്കുന്ന ചെറിയൊരു ഗ്രൂപ്പാണ് എന്നുള്ള ഒരു സൂചനയാണ്. ഇതൊരു വളരെ നിസ്സാരമായ ഒരു ഫലകം മാത്രമാണ്. അതിൽ 100% അല്ലെങ്കിൽ ഒരു 50% പോലും അത് യഹോവേ എന്നാണ് അത് വായിക്കുന്നത് പോലും ഉറപ്പില്ല. ആകെ എൻ്റെ അറിവിൽ അറിയാവുന്ന ഒരു തെളിവാണ്. അപ്പോൾ എന്തൊക്കെയോ കിട്ടി. മോശയുടെ കാലഘട്ടത്തിലൊക്കെ തന്നെ മറ്റു ഗോത്രങ്ങൾ യഹോവയെ ആരാധിച്ചിരുന്നു എന്ന് വലിയ തെളിവുകളൊക്കെ കിട്ടി. ഒരു ആർക്കിയോളജിക്കൽ തെളിവും കിട്ടിയിട്ടില്ല. ഷിബു പറ്റുമെങ്കിലും മുന്നോട്ട് വെക്കുക. ഇപ്പോൾ ആളുകളെ അതിവിദഗ്ധമായി ഷിബു പീഡിയക്കൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇത്രയും നേരത്തെ സംഭാഷണമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഷിബു വലിയ പണ്ഡിതനാണെന്നും വലിയ തെളിവുകൾ അവിടുന്ന് കിട്ടിയിരിക്കുന്നു. നാഗ് അഹമ്മദി എന്നൊക്കെ കേൾക്കുമ്പോൾ ആരും കേട്ടിട്ടില്ല ലൈബ്രറി. അപ്പോൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തു, ശരിയാണ്, നാഗ് അഹമ്മദി ലൈബ്രറി. പക്ഷേ അതെന്താണെന്നും എന്ന് പറഞ്ഞാൽ തെറ്റായ ഹിസ്റ്റോറിക്കൽ കണ്ടെത്തലുകളെ നാട്ടുകാരുടെ മുന്നിൽ തൻ്റെ ആശയങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിവിദഗ്ധമായി തൻ്റെ ആശയങ്ങളെ സ്ഥാപിച്ചെടുക്കുന്ന ഷിബുവിൻ്റെ തട്ടിപ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. എന്താണ് തട്ടിപ്പ്? ഇസ്രായേൽക്കാരല്ലാതെ മറ്റ് ഗോത്രങ്ങളും ഒരു പ്രമുഖ ദൈവമായിരുന്നു. മറ്റു ഗോത്രങ്ങളും യഹോവയെ ആരാധിച്ചിരുന്നു. മോശ ആ ഗോത്രങ്ങളിൽ നിന്ന് എടുത്തതാണ്. ഇപ്പം മുസ്ലിങ്ങൾ ചെയ്യുന്ന അതേ പണി. എന്താണ്? ലാസ മനാത്ത എന്ന് പറഞ്ഞ ഖുറൈശികളുടെ 300 ദൈവങ്ങളിൽ നിന്നും അള്ളാഹു എന്നൊരു ദൈവത്തെ എടുത്ത് സത്യദൈവമാക്കി മാറ്റി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മോശ ഇത് ചെയ്തതെന്ന ഒരു മനോഹരമായ കോൺസ്പിറസി. അന്ന് അവിടെ ഉണ്ടായിരുന്ന അനേകം ഗോത്രങ്ങളിൽ നിന്നും ഉള്ള പല ദൈവങ്ങളിൽ നിന്നും ഒരു ദൈവമായ യഹോവയെ എടുത്ത് ഇസ്രായേൽക്കാരുടെ ദൈവമായി, സർവശക്തനായ ദൈവമാക്കി മാറ്റി എന്ന ഒരു കപട ആശയമാണ് നമ്മൾ ഷിബു പീഡിയക്കിൽ നിന്ന് കേൾക്കുന്നത്. അശേരെ യഹോവ ബലമായിട്ട് വിവാഹം കഴിക്കുകയാണ്.
അശേരയ്ക്കാണ് ഇസ്രായേലിനെ കൊടുത്തിരുന്നത്. അശേരെ വിവാഹം കഴിക്കുന്നതിലൂടെയാണ് യഹോവയ്ക്ക് ഇസ്രായേലിനെ കിട്ടുന്നത്. പിന്നീട് അശേരെ നാട് കടത്തുന്നുണ്ട് യഹോവ. അശേരെ നാട് കടത്തുന്നതിനെ കുറിച്ച് സക്രിയ പ്രവചനം 9 എഴുതിയിട്ടുമുണ്ട്. അത് അശേരെ നാട് കടത്തുന്നതിനെ പറ്റി എഴുതിയിരിക്കുന്നു. നിങ്ങൾ സക്രിയ 9 വായിച്ചാൽ മതി. ഇത് അടുത്ത കല്ല് വെച്ച നുണയാണ്. ഇതൊക്കെ ആ കല്ല് വെച്ച നുണകളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ചുമ്മാ ഇങ്ങോട്ട് ഒരു കാര്യം അങ്ങ് പറഞ്ഞു, അത് ലൂക്ക പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ സെൻറ്റൻസ് കാണിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഫോൺ വന്നേ, അതാണ് നിങ്ങൾ കേട്ടത്. അപ്പം അശേരയാണ് യഹോവയുടെ ഭാര്യ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് തട്ടിവിട്ടേക്കുക. അതോ സക്രിയ പ്രവചനം 8-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. നമുക്ക് ഇതൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം കേട്ടോ. ചുമ്മാ അങ്ങോട്ട് സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം അത് തന്നെയല്ലേ പുള്ളി പറഞ്ഞത്? നമുക്കൊന്നും കൂടി ഒന്ന് ഓടിച്ചു നോക്കാം. കടത്തുന്നുണ്ട് യഹോവ. അശേരെ നാട് കടത്തുന്നതിനെ കുറിച്ച് സക്രിയ പ്രവചനം 9 എഴുതിയിട്ടുമുണ്ട്. സക്കറിയ പ്രവചനം 9. നമ്മൾ സക്കറിയ പ്രവചനം 9-ാം അധ്യായം POC ബൈബിളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിവിടെ കാണുന്നത്. ജനതകൾക്ക് ശിക്ഷ, അരുളപ്പാട്, കർത്താവിൻ്റെ വചനം ഹദ്രായിക്ക് ദേശത്തിനുമെതിരെ പുറപ്പെട്ടിരിക്കുന്നു. അത് ദമാസ്കസിൻ്റെ മേൽ പതിക്കും. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെപ്പോലെ തന്നെ ആരാമിൻ്റെ നഗരങ്ങളെയും കർത്താവിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കർത്താവ് എന്ന് POC ബൈബിൾ ആയതുകൊണ്ടാണ് അഡോണായി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂജൻ്റ് വേർഷൻ ഇന്നായതുകൊണ്ടാണ് യഹോവയുടെ, ലോകം മുഴുവൻ യാഹുവയുടെയാണ്, അതാണ് എന്നൊരു സൂചനയാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഹമാത്തും കൗശലമേറിയതും ടയറും സീദോനും കർത്താവിൻ്റേത് തന്നെ. ടയർ ഒരു കോട്ട പണിതു, പൊടി പോലെ വെള്ളിയും തെരുവിലെ ചെളി പോലെ സ്വർണവും കുന്നുകൂടി. എന്നാൽ കർത്താവ് അവളുടെ സമ്പത്ത് അപഹരിക്കും, അവളുടെ ധനം കടലിലെറിയും, അവളെ അഗ്നിക്ക് വിഴുങ്ങും. അക്ഷലോൺ അത് കണ്ട് ഭയപ്പെടും, ഗാസ കഠിനവേദന പൊളയും. ആശ തകർന്ന് എക്രോണിനും ഇത് തന്നെ സംഭവിക്കും. ഗാസയിൽ രാജാവില്ലാതാകും, അക്ഷലോൺ വിജനമാകും, അഷോദിൽ ഒരു സങ്കരജാതി പാർക്കും. ഫിലിസ്തരുടെ അഹങ്കാരത്തിന് ഞാൻ അറുതി വരുത്തും. അവർ ഇനിമേൽ രക്തവും മ്ലേച്ഛ മാംസവും ഭക്ഷിക്കില്ല. അവരും നമ്മുടെ ദൈവത്തിൻ്റെ അവശിഷ്ട ജനമാകും. അവർ യൂദയയിലെ ഒരു കുലത്തെ പോലെയാകും, എക്രോൺ ജബൂസിരെ പോലെയാകും. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ഒരു ക്രിസ്തു വന്നതിന് ശേഷം ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതിനെക്കുറിച്ചും അന്നത്തെ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ, ഫിലിസ്തീർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ എല്ലാ കാലത്തെയും ശത്രുക്കളാണ്, അന്നത്തെ ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ഒക്കെ ഇതൊരു പ്രവചനമാണ്. പ്രവചന സാഹിത്യത്തിലൂടെ ഇത് ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും ഒക്കെയുള്ള വളരെ വ്യക്തമായ സൂചന നൽകി. ഈ ഒരു എടുത്തിട്ടാണ് അശേരയെ യഹോവ ഓടിച്ചു വിട്ടു ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ വെറും ബാലര കഥയുടെ ഒരു കോൺസ്പിറസി കഥയുടെ ഭാവന. ഇപ്പം നമ്മറിയാം ദാവിഞ്ചി കോഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു നല്ല കഴിവുള്ള ഒരു സാഹിത്യകാരൻ മഗ്ദലന മറിയത്തെ യേശു ക്രിസ്തുവിൻ്റെ ഭാര്യയൊക്കെ ആക്കി വളരെ ലോജിക്കലി അവതരിപ്പിച്ചാണ്. അത്രയൊന്നും ലോജിക്കൊന്നും ഇയാക്കില്ല, വെറും ഒരു ബാലരമ കഥയുടെ നിലവാരത്തിലാണ് ഇത് പറയുന്നത്. വരവാന് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം പിടിച്ചു, കാവൽ നിൽക്കും, ഒരു മർദ്ദകൻ മിനിയാവനും കീഴിൽ. അപ്പം വിശുദ്ധ ജെറുസലേമിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമുള്ള പ്രവചനമാണിത്. ഇതിലേതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ശുഭപീഡിക്കൽ പാസ്റ്റർ എവിടെയെങ്കിലും താങ്കൾക്ക് ബൈബിളിൽ യഹോവയുടെ ഭാര്യയാണ് അശേര എന്ന് സൂചിപ്പിച്ചു ഒരു പ്രവചന രീതിയിലെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇസ്രായേലിൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്രവചന സാഹിത്യത്തിൽ കാമുകിയാണ്, ഇങ്ങനെ പലതും ഉപയോഗിക്കും. ദൈവം നിൻ്റെ അമ്മ നിന്നെ മറന്നാൽ ഞാൻ നിന്നെ അതൊക്കെ ഉപയോഗിക്കും. അങ്ങനെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? പ്രവചന സാഹിത്യത്തിൽ പോലും അക്ഷരാർത്ഥത്തിൽ യശേര എൻ്റെ ഭാര്യയാണെന്നൊക്കെ പറയുന്നത് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ചെറുതേ ഇങ്ങനെ ഒരു അർത്ഥമില്ലാത്ത ആശയങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ വഴിതെറ്റിക്കുക. ഇദ്ദേഹത്തിന് കുറേ അനുയായികളുണ്ട്. ഇദ്ദേഹം എന്തു പറഞ്ഞാലും അത് ഒരു ഫാക്റ്റ് പോലും ചെക്ക് ചെയ്യാതെ വിഴുങ്ങുന്ന കുറേ പാവപ്പെട്ട സഹോദരങ്ങൾ മനുഷ്യർ ഇദ്ദേഹത്തിൻ്റെ അടിമകളാകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നേടിയെടുക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടന്നത്. അദ്ദേഹം വലിയ താടിയൊക്കെ വെച്ച് എന്തോ വലിയ പണ്ഡിതൻ്റെ വലിയ ഒരു ഋഷിയുടെ ഒരു ലുക്കൊക്കെ നൽകി, സഭാപിതാക്കന്മാരെ ഇപ്പോൾ യാക്കോബ ബിഷപ്പുമാരെ കേട്ടില്ലേ, വലിയ ലുക്കൊക്കെ നൽകി ആളുകളെ വശീകരിച്ച് വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ എളുപ്പമാണ്.
എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു ബാലരമ കഥയുടെ നിലവാരത്തിലുള്ള യുക്തിയിൽ ഇദ്ദേഹം ആശയം പറയുകയും അതുകൂടാതെ കുറേ റെഫറൻസുകൾ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഉണ്ടെന്നങ്ങ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫാക്റ്റ് സത്യസന്ധമായി ആര് ചെക്ക് ചെയ്താലും ഈ റെഫറൻസ് പോയിട്ട് 7 അയലോക്കത്ത് പോലും ഇല്ലാത്ത നുണകളാണ് പറയുന്നതെന്ന് മനസ്സിലാവും. വചനം കോട്ട് ചെയ്താലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ആളുകൾ ഇതൊന്നും ചെക്ക് ചെയ്യത്തില്ല. ഇതാ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ശരിയാണല്ലോ. അപ്പോൾ യഹോവ ഒരു ദൂതനാണ്. എൻ്റെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു അനുയായി ഒരു ചെറുപ്പക്കാരൻ വന്ന് ഈ വചനം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു, കണ്ടോ യഹോവ ഒരു ദൂതനാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണോ? അതിൻ്റെ താഴെ തന്നെ കാര്യങ്ങളുണ്ട്. മുകളിൽ ഞാൻ പറഞ്ഞ സഹോദര, എൻ്റെ മുകളിലും താഴെയൊക്കെ നിങ്ങൾ വായിക്കേ. അപ്പോൾ ഈ രീതിയിൽ ആളുകളെ കെണിയിൽപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈ പാസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാസ്റ്റർ ചെയ്യുന്നത് ഷിബു പീഡിക്കലിന് എൻ്റെ ഒരു ചോദ്യമാണ്. ഷിബു പീഡിക്കൽ പാസ്റ്ററിന് എഷേര യഹോവയുടെ ഭാര്യയാണെന്നുള്ളതിന് ഒരു സൂചനയെങ്കിലും തരാൻ പറ്റുമോ? ഒരു സൂചനയെങ്കിലും. നിങ്ങൾ ഈ വചനത്തിൽ കാണുന്ന, ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ വിട്ടുപോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഈ വചനത്തിൽ കാണുന്ന, ഞാനിത് വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു സെക്കൻഡേ, ഞാനിത് വായിക്കും. നിങ്ങൾ ഈ സക്കറിയ പ്രവചനം 9-ാം അധ്യായത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന എഷേരയുടെ ഭാര്യയെ ദൈവം വിറ്റു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും സൂചന നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇത് ക്രിസ്തുവിൻ്റെ 2ാം വരവിനെക്കുറിച്ചും ദൈവം രാജ്യങ്ങളിൽ ഇടപെടുന്നതിനെക്കുറിച്ചുമുള്ള വ്യക്തമായ സൂചനയാണ്. ഇവിടെ രാജ്യങ്ങളെ എന്ന് പറഞ്ഞാൽ ഫിലിസ്തീർ പോലും അവസാനം എൻ്റെ ജനമായി മാറുമെന്ന വ്യക്തമായ പ്രവചനം, എൻ്റെ സന്തതിയിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കും. ഇന്ന് നമ്മളെല്ലാം ആരാണ്? വിജാതീയരായി നമ്മളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ തായ്തടെ ദൈവത്തിൻ്റെ ജനമായി മാറി എന്നുള്ളതിൻ്റെ പുതിയ ദൈവിക പൗരോഹിത്യ ജനമായി മാറിയതിൻ്റെയൊക്കെ സൂചന നൽകുന്ന അതിമനോഹരമായ പ്രവചനങ്ങളാണിത്. അതിൻ്റെ താഴെ വരുവാനിരിക്കുന്ന രാജ്യം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. അതിൻ്റെ മുകളിൽ ക്രിസ്തുവിൻ്റെ പ്രവചനത്തിൻ്റെ ഭാഗമായി ക്രിസ്തു പയ്യെ ഇത് കണ്ടോ, ഞാൻ വായിച്ചു കഴിയും. ഇനിമേൽ രക്തവും മ്ലേച്ഛമാംസവും ഭരിക്കില്ല, അവർ നമ്മുടെ ദൈവത്തിൻ്റെ അവശേഷം വായിച്ചു. ആര്? ഫിലിസ്ത്യർ. ആഷോദിൽ ഒരു സംഘരാതി പാർക്കും, ഫിലിസ്തീനയുടെ അഹങ്കാരത്തിന് അറുതി വരുത്തും. ഇങ്ങനെ വളരെ മനോഹരം. ഇതൊക്കെ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ പാസ്റ്റർ എന്ത് ചെയ്യുകയാണ്? ആ പറച്ചിലൊക്കെ കേട്ടു ഞാൻ കണ്ടില്ലേ? എന്താണ് പാസ്റ്റർ പറയുന്നത്? അത് സക്കറിയ പ്രവചനം 9-ാം അധ്യായത്തിലുണ്ടല്ലോ, എസെക്കിയേൽ പ്രവചനം 21-ാം അധ്യായത്തിലുണ്ടല്ലോ. ഒരു പുലബന്ധം പോലും ചിലപ്പോൾ അതിന് കാണത്തില്ല. ചിലപ്പോൾ ഇത് വായിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ ഈ പ്രവചന ഗ്രന്ഥങ്ങളുടെയൊക്കെ പ്രത്യേകത? അത്യാവശ്യം ബൈബിളൊക്കെ കൃത്യമായി ഗ്രഹിക്കാൻ ശേഷിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിസ്ഡമൊക്കെ ആളുകൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. കാരണം ഇത് സിംബോളിക് ലാംഗ്വേജാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വായിക്കുന്ന ആൾക്ക് സൂക്ഷിച്ചു, ചിലപ്പോൾ സാധ്യത ഉണ്ടാകാം. ഷിബു പറഞ്ഞ പോലെ ആയിരിക്കാം. ഷിബു വലിയ പണ്ഡിതനല്ലേ, അതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞല്ലോ ഓക്കെയാണ്. ഇങ്ങനെ ആളുകളെ, പാവപ്പെട്ട മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ദൂതൻ പുതിയ നിയമത്തിൽ ദൂതൻ മുൾച്ചെടിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ കാര്യം, അത് പഴയ നിയമത്തിൽ അങ്ങനെ തന്നെ ദൂതൻ എന്നായിരുന്നു. ദൂതരൂപത്തിലുള്ള ദൈവമാണ് എന്ന് ആ പഴയ നിയമം ആ ഭാഗം മൊത്തം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം ശ്രദ്ധയോടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന ദൈവമാണെന്ന് ആർക്കും മനസ്സിലാവും. അല്ലെങ്കിൽ മറ്റൊരു തിയോളജിക്കൽ വ്യൂ പോയിന്റാണ് യേശു ക്രിസ്തുവാണ് അവിടെ വന്നിരിക്കുന്നത് മനസ്സിലാവും. അപ്പോൾ പുള്ളി പറയുകയാണെങ്കിൽ യേശു ക്രിസ്തു എവിടെയെങ്കിലും വന്നിട്ടുണ്ട്. അബ്രഹാത്തിന് മുന്നേ ഞാനുണ്ട്, അബ്രഹാം എന്നെ കണ്ടു എന്ന് പറയുന്നുണ്ട്. എവിടുന്ന് അബ്രഹാം കണ്ടത്? 3 ദൂതന്മാരായി ദൈവം സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് അബ്രഹാത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ദൂതവേഷത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി തുടർന്ന് അദ്ദേഹത്തിൻ്റെ അഷേര യഹോവയുടെ ഭാര്യയാണ്. ഇങ്ങനെയൊക്കെയുള്ള വെറും നുണകളും വ്യാജങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് ഇനി ഇതിനൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പുലബന്ധം തോന്നിക്കുന്ന രീതിയിലുള്ള ചില വചനങ്ങളൊക്കെ എടുത്തോണ്ട് വരും കേട്ടോ. പക്ഷേ അതൊന്ന് ശക്തമായി എൻ്റെ മുകളിലും താഴെയൊക്കെ വായിച്ച് ശരിയായ ഒരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോലെ ഇത് ശുദ്ധ കളവാണെന്ന് മനസ്സിലാകുകയും ചെയ്യും. ഇതിൻ്റെ ഒരു ചരിത്രം തന്നെ അശേരം യഹോവയായിട്ടുള്ള യുദ്ധമാണ്. ഈ യഹോവ റീഇൻകാർണേറ്റ് ചെയ്തു വന്നതാണ് ഇപ്പം അല്ലാഹു എന്ന് പറയുന്നത്. അത് രണ്ടും ഒരേ സ്വഭാവമാണ്, ഒരേ എൻറ്റിറ്റിയാണ്. പ്രിയമുള്ളവർ, അടുത്ത പോയിന്റ്, അല്ലാഹുവും യഹോവയും ഒരാളാണ്. എന്തൊക്കെയാ ഈ മനുഷ്യൻ പറയുന്നത് എന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടേക്കുകയാണ്. ഇത് ഒരേ സ്വഭാവമാണ്, ഇത് മുസ്ലിങ്ങളുടെ അവകാശമാണ്. അല്ലാഹു ഇസ്രായേൽക്കാരുടെ ദൈവം ഒരു ദൈവമാണെന്നുള്ളത് അതിനെ പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ഷിബു പീഡിക്കൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഒരു സപ്പോർട്ട് അദ്ദേഹം വാങ്ങിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ കാണുന്നത്. കാരണം മുസ്ലിങ്ങളുടെ ആർഗ്യുമെൻ്റ് തന്നെയാണ് അദ്ദേഹം പറയുന്നത്.
ഇതിനൊന്നും ഒരു കഥയുമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നതാണ്. നമുക്ക് തുടർന്ന് കേൾക്കാം. ആദ്യം എന്താണ്, അഷേരയുടെ ഭാര്യയാണ്, അല്ല യഹോവയുടെ ഭാര്യയാണ് അഷേര എന്ന് പറയുന്നു. ഇപ്പം പറയുന്നു അഷേരയും യഹോവയും തമ്മിൽ തെറ്റി പരസ്പര യുദ്ധമാണ്. ഇങ്ങനെ ഒരു അർത്ഥവുമില്ലാതെ ഇതിനൊക്കെ എന്ത് തെളിവുകൾ വെക്ക്. ചുമ്മാ എസെക്കിയേൽ പ്രവചനം അല്ലെങ്കിൽ മലാക്കി പ്രവചനം 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവിടെ ഉണ്ട് ഇവിടെയുണ്ട് എന്നൊക്കെ പറയാതെ കൃത്യമായ തെളിവുകൾ വെക്ക്. തെളിവുകൾ വെച്ച് നമുക്ക് പരിശോധിക്കാം. ഇതൊന്നും ഇല്ല, നുണയാണ്. മലാക്കി പ്രവചനം 9-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല. ചുമ്മാ പറഞ്ഞു വിട്ടേക്കാണ്, ആളുകളെ പറ്റിക്കുക. തന്നെയാണ് അല്ലാഹുവായിട്ടിരിക്കുന്നത്. അശേര എവിടെ പോയി എന്ന് ചോദിച്ചാൽ അശേരയാണ് കത്തോലിക്ക സഭയിലെ മാതാവായിട്ടിരിക്കുന്നത്. അടുത്ത ഇതെന്താണ്, മാതാവിനെ അല്ല അവർ വെച്ചിരിക്കുന്നത്. ഇപ്പോഴും അവർ തമ്മിലാണ് യുദ്ധം. കണ്ടോ, കത്തോലിക്കരും ശരിക്കും പറഞ്ഞാൽ കത്തോലിക്ക സഭയും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധത്തെക്കാൾ ഉപരി സ്നേഹത്തിലേക്കാണ്. കാരണം അക്ബോർഡ് ഒരു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദുബായിൽ പോയിട്ട് ഖുറാൻ മുത്തുന്നു. അതൊക്കെ ആ സമൂഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ ഇയാൾ പറയുന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. കാരണം പരമാവധി മുസ്ലിങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് കത്തോലിക്ക സഭ നടത്തുന്നത്, വചനം കൊടുക്കാനായിട്ട്. 841 ഇവർ ദുർവ്യാഖ്യാനിച്ച് മുസ്ലിങ്ങളുടെ ദൈവം തന്നെയാണ് കത്തോലിക്കരുടെ ദൈവം എന്നൊക്കെ ഇവർ പറയാറില്ലേ? ഇപ്പം പറയുവാണ് മുസ്ലിങ്ങളും അഷേര അല്ലെങ്കിൽ ഈ അഷേര എന്നതാണ് പരിശുദ്ധ കന്യാമറിയം എന്ന് തട്ടിവിട്ടിട്ട് ഇതെന്തിനു വേണ്ടിയാണ്? ഇവിടെ ഇരിക്കുന്ന സാജുവിനെയും അജുവിനെയും ഒക്കെ സന്തോഷിപ്പിക്കുക, കുറേ പെന്തക്കോസുകാരെ കയ്യിലെടുക്കുക. അതിനുവേണ്ടിയാണ്. കാരണം പരിശുദ്ധ കന്യാമറിയത്തെ തെറി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പെന്തക്കോസുകാരുടെ ഹൃദയം നിറയും. ദാസി മറിയം എന്ന ഒരു വ്യാജ യേശുക്രിസ്തുവിനെ, ഏലിയൻ യേശുക്രിസ്തുവിനെ വെച്ച് ആരാധിക്കുന്ന ഈ കൾട്ട് പെന്തക്കോസുകാർ ഉണ്ട് ഇവിടെ. അവർക്കിത് വലിയ സന്തോഷമാകും. കാരണം കത്തോലിക്ക സഭയുടെ പരിശുദ്ധ കന്യാമറിയമാണ് അഷേര എന്ന് പറയുമ്പോൾ. ഇത്രയും കാലം അവർ വന്ന് ഏതോ മാർപ്പാപ്പയുടെ വേശ്യ എന്നൊക്കെ പറഞ്ഞാണ് അനിൽകുമാർ അയ്യപ്പനും ടീമും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇയാൾ ഇതാണ് കത്തോലിക്ക സഭയുടെ പരിശുദ്ധ കന്യാമറിയം അഷേരയാണ്. ഇതിനു മുമ്പ് ഞാനുമായിട്ടുള്ള സംവാദത്തിൽ ഷിബു ബീഡിക്കൽ പറഞ്ഞാണ്, ആ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം കത്തോലിക്ക പള്ളിയിൽ പോയിട്ടാണ് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ആ വീഡിയോ ഞാനും ഷിബു ബീഡിക്കുള്ള സംവാദം കത്തോലിക്ക സഭ യാഹോയിലാണ് ആരാധിക്കുന്നത്, ഷിബു ബീഡിക്കൽ അല്ല എന്ന് പറഞ്ഞ സംവാദം ഇപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. തുടക്കത്തിൽ തന്നെ ആമുഖമായിട്ട് പറയുന്നതാണ്. ഇപ്പം പറയാണ് കത്തോലിക്ക സഭയുടെ പരിശുദ്ധ കന്യാമറിയം എന്ന ക്രിസ്തുവിൻ്റെ അമ്മയെ വളരെ ബഹുമാനത്തോടെ നമ്മൾ ബഹുമാനിക്കുന്ന, മധ്യസ്ഥം നയിക്കുന്ന മാതാവ് അഷേര എന്ന ദുർദേവതയാണെന്ന് പറയുകയാണ്. ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വ്യക്തി. കാത്തലിക്സാണ് ഇപ്പോഴും ഫൈറ്റ്. അതായത് അശേര യഹോവയായിട്ടുള്ള നൂറ്റാണ്ടുകൾ നീണ്ട യുദ്ധം ഇപ്പം ഈ കാത്തലിക്സും ഇസ്ലാമുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സത്യവിശ്വാസികളായിട്ട് നിൽക്കണം. ഇതൊക്കെ ഒഴിഞ്ഞ് യേശുക്രിസ്തു എന്ന നൽകപ്പെട്ട നാമം, ജഡത്തിൽ വെളിപ്പെട്ട ദൈവം, ആ ദൈവത്തിന്റെ ഇതിപ്പോ പുരാണത്തിൽ കേൾക്കുന്ന കഥ പോലെ ആയി പോയല്ലോ. ജനിച്ച് 44 വയസ്സുള്ള ഇങ്ങനെ തട്ടി വീഴുകയാണ്. ഇനി വേറെ പോയിന്റ് കേൾക്കാം. മോശം കിട്ടി ഈജിപ്തിൽ നിന്ന്. ബ്രദറെ, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ യഹോവയെ മോശയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മോശം കിട്ടി ഈജിപ്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഈ പഴയ നിയമം വളരെ ലളിതമായിട്ട് പറയണം, യഹോവയെ എവിടുന്ന് കിട്ടിയത്? മോശ ഈജിപ്തിൽ നിന്ന് അടിച്ചു മാറ്റി. ഈജിപ്തിലെ രാജാക്കന്മാരുടെയോ അവിടെയുള്ള ഏതോ ഗോത്രങ്ങളുടെ ഒരു ദൈവമായിരുന്നു. മോശ നോക്കിയപ്പോൾ കൊള്ളാലോ, എന്നാൽ പിന്നെ ആ ഈജിപ്തിൽ അങ്ങ് എടുക്കാം എന്ന് പറഞ്ഞ് മോശ അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സീനായി മലയിൽ സ്വയം വെളിപ്പെട്ട് ദൂതനായി നിന്നത്. ദൂതൻ വന്ന് നിന്നു എന്നൊക്കെ ഷിബു പറയുമ്പം, യഹോവ എന്ന കുട്ടി ദൈവം വന്ന് നിന്നു എന്ന് പറയുമ്പം മോശയെ യഹോവ അടിച്ചു മാറ്റിയെന്നോ അല്ലെ മോശയെ യഹോവ പിടിച്ചെന്നൊക്കെ അല്ലേ പറയേണ്ടത്? ഒരു യുക്തിയുമില്ല. ഒരു സ്ഥലത്ത് പറയുന്നതല്ല മറ്റൊരു സ്ഥലത്ത് വന്നത്. അപ്പം മോശ പോയിട്ട് അടിച്ചു മാറ്റി യഹോവയെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ പറയുന്നതിൻ്റെ ലോജിക്ക്. ഈ ലോജിക്കൊക്കെ കേട്ടിട്ടാണ് കുറേ പാവപ്പെട്ട മനുഷ്യർ ഇദ്ദേഹത്തിൻ്റെ അനുയായികളായി പോകുന്നത്. വളരെ ദുഃഖമുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ദൈവത്തിന്റെ സ്വഭാവമാണ്. ആ ദൈവത്തിന്റെ സ്വഭാവത്തോട് ആർക്കും വിയോജിപ്പില്ല. എനിക്ക് വിയോജിപ്പില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആയിത്തീരാനുള്ളവൻ ഞാൻ ഇപ്പോഴേ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ടൈംലെസ് ആണ്. ഗോഡ് ഈസ് ടൈംലെസ്, അത്ര ഉള്ളതിൻ്റെ അർത്ഥം. അപ്പൊ ഈ YHWHന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് അവിടെ ഒരു ദൂതൻ നിൽക്കുന്നത്. പിന്നീട് YHWHന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് പലരും വന്നിട്ടുള്ളത്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം, ഒരു വ്യക്തി, ദൈവം ഒരു വ്യക്തിയാണോ?
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ YHWH എന്ന ദൈവത്തെ പുള്ളിക്ക് അംഗീകരിക്കുന്നതിന് ബുദ്ധിയൊന്നുമില്ല. സർവശക്തനായ ദൈവം ഞാനാകുമെന്ന് പറഞ്ഞ ഒരു ദൈവത്തെ അംഗീകരിക്കാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കേട്ട മോശയുടെ അവിടെ നിന്ന് യഹോവ ഒരു കുട്ടി ദൈവമാണ്, കാരണം അതൊരു ദൂതനാണ്. അതിന് തെളിവെന്താണ്? മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ഒരു ദൂതനാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പം പറയുകയാണ് YHWHൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ദൂതൻ വന്ന് നിന്നത് എന്ന് പറയുകയാണ്. അപ്പം അബ്രഹാത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ ദൂതൻ വന്ന് നിന്നു. അപ്പോൾ ആ ദൂതനെയാണോ മോശ ദൈവമായിട്ട് കണ്ടത്, അതോ ആ റെപ്രസെൻറ്റേറ്റീവായി നിന്ന് ദൂതൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന YHWHനെയാണോ ദൈവമായി കണ്ടത്? അതുകൊണ്ടല്ലേ YHWH എന്ന് ആൻസിംഗ് ഹീബ്രുവിലെ എല്ലാ ബൈബിളുകളിലും യഹോവ എന്ന സ്ഥാനത്ത് YHWH എന്ന ഹീബ്രു ടെട്രാഗ്രാം ഉപയോഗിച്ചിരിക്കുന്നത് ഞാനാകുന്ന അർത്ഥം വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മാറ്റിയും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ പോട്ടെ, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരു പേഴ്സൺ. ട്രിനിറ്റിയിൽ 3 വ്യതിരിക്ത വ്യക്തികളുണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്? ട്രിനിറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചത് ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺ സാധാരണ ഒരു പേഴ്സൺ, ദേഹം, ദേഹി, ആത്മാവ് ഉള്ള ഒരു അതെ, ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം അല്ലല്ലോ പേഴ്സൺ. ഇദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുന്നത് പരോക്ഷമായിട്ട് ദൈവം ഒരു ശക്തിയാണ് എന്നാണ്. പേഴ്സൺ അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ദൈവത്തെ ഒരു ശക്തിയായിട്ട് തോന്നിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു പേഴ്സൺ എന്നുള്ള എൻറ്റിറ്റി എന്നുള്ള തലത്തിൽ നിന്നും ഈ എൻറ്റിറ്റിയെ ഒരു പവറായിട്ട് മാറ്റുന്ന തന്ത്രമാണ് ദൈവം. യൂണിവേഴ്സലിസത്തിലേക്ക് ആളുകളെ നയിക്കുന്നതിൻ്റെ വളരെ തന്ത്രപരവും ബുദ്ധിപരവുമായ ഒരു നീക്കമാണ് ഇദ്ദേഹം നടത്തുന്നത്. ഞാൻ ഇത് ഫുള്ള് ചർച്ച ചെയ്താൽ ഈ വീഡിയോ ഒത്തിരി നീണ്ടുപോകും, നമുക്ക് കേൾക്കാം. അപ്പൊ ദൈവം എനർജിയാണ്, മനസ്സിലായോ? അപ്പൊ ഈ ദൈവം എന്ന എനർജി വന്ന് നമ്മളാകുന്ന മെമ്മറിയെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യാണ്? ആനിമേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ജീവനുള്ള ദേഹിയായി തീർന്നു. ഊതിയ പായ എന്നൊക്കെ പറഞ്ഞാൽ അത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവത്തെ പറ്റി നമ്മളെ സംബന്ധിച്ച് ഒരു വിയോജിപ്പില്ല. പക്ഷേ എന്ത് ചെയ്യണം? മനുഷ്യന്റെ മെമ്മറീസ് പോലെ ഈ ദൈവം മനുഷ്യനുമായിട്ട് ഇടപെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ, ആ മെമ്മറികളെ കളക്റ്റീവായിട്ട് എടുത്തിട്ട് അതിനെ ഒരു ദൈവമാക്കി മാറ്റി. അതാണ് യഹോവ. അതായത് നമ്മളെ അവിടെ വെച്ച് മിസ്രൈമിനെ കൊല്ലാൻ സഹായിച്ചു, അമാലേഖരെ കൊല്ലാൻ സഹായിച്ചു, ഗിർഗശിരെ ഓടിച്ചു, നമ്മൾ യബൂസിനെ ഓടിച്ചു, നമ്മൾ ഗിബയോന്യരുടെ പട്ടണം പിടിച്ചു, ഇങ്ങനെയുള്ള വലിയ യുദ്ധം. അപ്പൊ ഇങ്ങനെയുള്ള ആ മെമ്മറീസ് എല്ലാം കൂടെ ദൈവത്തെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കി. ആ ദൈവം യഹോവയാണെന്ന് പറഞ്ഞു. അപ്പൊ ദാറ്റ് മീൻസ് ഒരു വിഗ്രഹമാണത്, മനുഷ്യനുണ്ടാക്കുകയാണ് ദൈവത്തെ. അപ്പൊ ദൈവം സ്ഥലകാല അതീതനാണ്. അപ്പൊ ഈ പറഞ്ഞ ടൈമിനും എല്ലാം അതീതനായ ആ ദൈവത്തെ ഗ്രഹിക്കുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നിട്ട് അങ്ങനെ ഒരു ദൈവത്തെ വിത്തൗട്ട് എനി നെയിം, വിത്തൗട്ട് എനി ബൗണ്ടറി, വിത്തൗട്ട് എനി ലിമിറ്റേഷൻ, എല്ലാവരെയും സ്നേഹിക്കുന്ന, പാപികളെയും ഉൾക്കൊള്ളുന്ന, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴ പെയ്ക്കുന്ന ഒരു വലിയ ദൈവത്തെ അങ്ങ് അവതരിപ്പിക്കുകയാണ് യേശുക്രിസ്തു. ഈ ഗോത്ര ദൈവമാണ്, കാരണം ഇത് ഇവന്റെ മെമ്മറിയിൽ ഇവൻ ഉണ്ടാക്കി വെച്ച ദൈവം. അപ്പൊ അത്രയും ലിമിറ്റഡ് ആയിട്ട് പോകാൻ കർത്താവ് നമ്മളെ അനുവദിച്ചില്ല. കർത്താവ് പ്രിയമുള്ളവരെ, നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ എന്താണ് ശുഭപീഡികൾ പറയുന്നത്? ദൈവം ഒരു എനർജിയാണ്. ആ ദൈവം നമ്മുടെ മെമ്മറിയെ ടച്ച് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഇടപെട്ടു. ഈ അനുഭവങ്ങളെല്ലാം കൂടെ അവർ ചേർത്ത് വെച്ച് അവരൊരു ദൈവത്തെ ഉണ്ടാക്കി. ആ ദൈവത്തിന് അവർ യഹോവ എന്ന് പേരിട്ടു. എന്നാൽ അത് യഥാർത്ഥത്തിലുള്ളൊരു ദൈവമല്ല. ചില ദൈവിക അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച് അവർ സ്വയം സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു ദൈവമാണ് യഹോവ എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർ പറയുകയാണ്, ഷിബു ആദ്യത്തെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കേൾപ്പിച്ചല്ലോ, ഇസ്രായേലിന് പുറത്തും യഹൂദരല്ലാത്ത കുറേ ഗോത്രങ്ങൾ യഹോവയെ ആരാധിച്ചിരുന്നു. ഈജിപ്തിൽ നിന്നും ആ ഗോത്രത്തിൽ നിന്ന് മോശ അടിച്ചു മാറ്റിയതാണ് യഹോവ. യഹോവ എന്ന പേരായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്, YHWH എന്ന പേരായിരിക്കും ഉദ്ദേശിക്കുന്നത്, എനിക്കറിയില്ല. എന്നാൽ ദൈവം അബ്രഹാത്തെ വിളിക്കുന്നത് തൊട്ട് മോശയുടെ ജീവിതത്തിൽ ഇടന്നുതൊട്ട് ഇസ്രായേൽക്കാരെ കാനാൻ ദേശത്തേക്ക് നയിക്കുമ്പോൾ അഗ്നിയായി നിന്നതും മേഘസ്തംഭമായി നിന്നതും ഇതൊക്കെ വെറും നുണകളാണെന്നും സങ്കല്പങ്ങളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ചില എക്സ്പീരിയൻസിനൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു വ്യാജ ദൈവത്തെ ഇവരുണ്ടാക്കി വെച്ചത് ആണെന്നും ഒക്കെയാണ് പറയുന്നത്.
അപ്പോൾ യേശുക്രിസ്തു മിശിഹായാണ് നമ്മൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ അറിയുന്നത്? പഴയ നിയമ പ്രവാചകൻ, യഹോവയുടെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ വെളിച്ചത്തിലാണ് യേശുക്രിസ്തു മിശിഹായാണെന്നും യേശുവാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവമെന്നും ഒക്കെ നമ്മൾ അറിയുന്നത്. യഹോവയുടെ നാമത്തിലാണ് എസെക്കിയേലും യേശയ്യായും ജെറമിയായും എല്ലാ പ്രവാചകന്മാരും യഹോവ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവചിക്കുന്നത്. അപ്പോൾ യാതൊരു ലോജിക്കുമില്ലാതെ കേൾവിക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ അരണയുടെ ബുദ്ധിയുള്ള കേൾവി, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാത്ത ആളുകൾക്ക് ഒരു ബാലരമ കഥ വായിച്ചിട്ട് അത് ഗ്രഹിക്കുന്നത് പോലെ സിമ്പിളായിട്ട് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ കഥകൾ പറഞ്ഞ്, കുറേ കോൺസ്പിറസികൾ പറഞ്ഞ്, പൊടുപ്പും തേങ്ങലും ഒക്കെ വെച്ച്, കുറേ ആ ചരിത്ര തെളിവെന്നൊക്കെ പറഞ്ഞ്, ഇല്ലാത്ത തെളിവൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് കുറേ മനുഷ്യരെ തൻ്റെ അടിമകളാക്കി മാറ്റുക, തൻ്റെ ഫാനുകളായി മാറ്റുക, ദൈവത്തിൻ്റെ ആരാധകരല്ല തൻ്റെ ആരാധകരെ മാറ്റുക എന്നതാണ് ശുഭപീഡികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കും. അപ്പം വിശുദ്ധ പഴയ നിയമത്തെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ തള്ളുകയാണ് ശുഭപീഡിക്കൽ ഇവിടെ ചെയ്യുന്നത്. ചില സ്ഥലത്ത് പഴയ നിയമത്തെ തന്നെ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു, എന്നാൽ ഇവിടെ പഴയ നിയമത്തെ മുഴുവൻ തള്ളുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? കാരണം ഇസ്രായേൽക്കാർക്കുണ്ടായ ചില അനുഭവങ്ങൾ, ദൈവവുമായിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ ചേർത്ത് അവരൊരുമിച്ച് വെച്ച് ഒരു സങ്കല്പ ദൈവത്തെ ഉണ്ടാക്കി, ആ ദൈവമാണ് യഹോവ എന്ന് പറഞ്ഞാൽ പഴയ നിയമം മുഴുവൻ ഇസ്രായേൽക്കുണ്ടായ ചില എക്സ്പീരിയൻസുകളുടെ ഒരുമിച്ച് ചേർത്ത് വെച്ച ഒരു ദൈവത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്, അല്ലാതെ അത് ദൈവനിവേശിതമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാലല്ല എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. കത്തോലിക്ക സഭ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പറയുന്നത് ദൈവാവിഷ്കാരം എന്ന ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ 2-ാം വത്തിക്കാൻ കൗൺസിൽ 3-ാം അധ്യായം വന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം പുസ്തകം തൊട്ട് വെളിപാടിൻ്റെ അവസാനത്തെ വാക്യം വരെ, ഉൽപ്പത്തി പുസ്തകം 1-ാം വെളിപാടിൻ്റെ അവസാന വാക്യം വരെ കത്തോലിക്ക ബൈബിൾ എഴുതിയത് ദൈവമാണ്. ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രം, ദൈവം ഒട്ടും വിട്ടുപോവുകയോ കൂട്ടിച്ചേർക്കുകയോ പെടാതെ ബൈബിൾ എഴുത്തുകാർ പരിശുദ്ധാത്മാവ് നിവേശനത്താൽ എഴുതിയ പുസ്തകമാണത്. അതുകൊണ്ട് തന്നെ അത് ദൈവമാണ് അതിൻ്റെ കർത്താവെന്നാണ് പറയുന്നത്. ശുഭപീഡിക്കൽ പറഞ്ഞ് ഇസ്രായേൽക്കാരുടെ താല്പര്യമൊക്കെ അനുസരിച്ച് അവർക്കുണ്ടായ എക്സ്പീരിയൻസ് എല്ലാം കൂടെ ചേർത്ത് അവരെല്ലാം പലരും കൂടി കൂട്ടിച്ചേർത്ത് എഴുതി ഉണ്ടാക്കിയതാണ് പഴയ നിയമം എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ, പെന്തക്കോസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ബൈബിൾ മതക്കാരാണല്ലോ നിങ്ങൾ. ബൈബിളിനെ തന്നെ അവസാന വാക്കായി എടുക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ ചിന്തിക്കുക. സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ശുഭപീഡിക്കലിനെ പോലുള്ള ഗോറിയസ് പോസ്റ്റോലുള്ള പൈശാചിക സുവിശേഷങ്ങൾ ഈ ലോകത്ത് വിജയം വരിക്കാതിരിക്കാനും അനേകം ആത്മാക്കളെ വഴിതെച്ചിട്ട് സത്യദൈവമായ യാഹുവയിൽ നിന്ന് YHW എന്ന ആ എൻറ്റിറ്റിയിൽ നിന്ന് അകറ്റി നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് തടയപ്പെടുവാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഗോറിയസ് ഗോസ്പൽ എന്ന ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിൻ്റെ അരൂപിയും ഈ ലോകത്ത് പരാജയപ്പെട്ടു പോകാനായിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, ട്രിനിറ്റിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആമേൻ.